ഹലോ എവരിവൺ. ഞാനിത് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരാനുണ്ടായിരുന്ന സാഹചര്യം വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു. 200 വർഷത്തോളമുള്ള കൊളോണിയൽ റൂൾ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുന്നു, വർഗീയ കലാപങ്ങൾ നടക്കുന്നു, ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കുന്നു, ഒത്തിരി പാർട്ടീഷൻ പ്രശ്നങ്ങളും പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെ ബാക്കി പത്രമായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നൊരു തീരുമാനത്തിലോട്ട് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾസിലുള്ളവരും അതേപടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമേഴ്സും തീരുമാനമെടുക്കുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അത് അഡോപ്റ്റ് ചെയ്തത് November 26, 1949 ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് January 26, 1950 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ആയിരിക്കണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമേഴ്സിന് ഒരു ധാരണയുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും യൂണിറ്റിയെയും ഇൻ്റഗ്രിറ്റിയും അന്തസ്സത്തെയും ഒക്കെ ഉയർത്തിപ്പിടിക്കേണ്ടതായിരിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ജനതകളുടെ കാര്യങ്ങൾക്കും അവരുടെ രീതികൾക്കും ഒക്കെ ഒത്തുപോകുന്നതായിരിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് ലക്ഷ്യങ്ങളും അവരുടെ പ്രകൃതവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എവിടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ, അതായത് ആമുഖം. ഇന്ത്യ എങ്ങനെയായിരിക്കണം? സോവറൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. പരമാധികാരമുള്ളതും സോഷ്യലിസ്റ്റ് ചിന്താഗതിയോടെയുള്ളതും മതേതരത്വം ഫോളോ ചെയ്യുന്നതും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ജനാധിപത്യമുള്ളതും. റിപ്പബ്ലിക് എന്ന് പറയുന്നതാണ് രാഷ്ട്രത്തിന്റെ തലവൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയായിരിക്കണം. ഇങ്ങനെയുള്ളതായിരിക്കണം ഇന്ത്യ എന്ന് പറയുന്നത് മഹാരാജ്യം. ഇന്ത്യ കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളും ഭരണഘടനയിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇക്വാലിറ്റി ഉറപ്പുവരുത്തണം, സമത്വത്തോടെ എല്ലാവരോടും ട്രീറ്റ് ചെയ്യണം, ഫ്രെറ്റേണിറ്റി സാഹോദര്യം ഉറപ്പാക്കണം, സ്വാതന്ത്ര്യം ഉറപ്പാക്കണം, നീതി പുലർത്തണം. ഇങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് വളരെ ബ്രീഫായിട്ട് എടുത്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.